കണ്ണാടികൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവല്ലോ അല്ലേ? അറിയാത്തവരുണ്ടെങ്കിൽ അത് വളരെ ചുരുക്കം പേര് മാത്രമായിരിക്കും. അപ്പൊ ഞാനും എന്റെ ഫ്രണ്ട്സും കൂടി ആറന്മുള വെള്ളസദ്യ ആദ്യമായിട്ട് കഴിക്കാൻ പോയ എന്റെ വിശേഷങ്ങളാട്ടോ ഈ വീഡിയോയിൽ. നമ്മളെല്ലാവരും നല്ല എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് നല്ല സുന്ദരന്മാരും സുന്ദരിമാരായിട്ട് നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി. നമ്മൾ ചെങ്ങന്നൂരാട്ടോ ഇറങ്ങിയത്. അവിടെ നിന്ന് നമ്മുടെ ഫ്രണ്ട് അർജുൻ വർമ്മ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അർജുനാണ് കേട്ടോ നമ്മൾ ഈ സദ്യക്ക് ക്ഷണിച്ചത്. നമ്മൾ നല്ല വിശന്ന് പൊരിഞ്ഞിട്ടാട്ടോ അവിടെ എത്തിയത്. അപ്പൊ നമ്മൾ നേരെ അർജുന്റെ വീട്ടിൽ പോയിട്ട് അർജുന്റെ അമ്മാമ്മ ഉണ്ടാക്കി തന്ന നല്ല ഇഡ്ഡലിയും സാമ്പാറും കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ അമ്പലത്തിൽ പോയി. ആറന്മുള പാർത്ഥ സാരഥി ക്ഷേത്രം. അവിടെ ചെന്നപ്പോ നമുക്ക് തോന്നിയ ഒരു സെറ്റ് മുണ്ടോ സെറ്റ് സാരി കൊടുത്തിട്ട് പോവായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ വിചാരിച്ചു കുറച്ചും കൂടി ഒരു നാടൻ ഔട്ട്ഫിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് മുല്ലപ്പൂ വെക്കാം. അങ്ങനെ മുല്ലപ്പൂ ഒക്കെ തലയിൽ ചൂടി നല്ല തരുണിമണികളായിട്ട് നമ്മൾ പോയത് കടവിക്കാണ്. അപ്പൊ നമ്മുടെ ചെറുക്കന്മാരവിടെ മുണ്ടും തോർത്തൊക്കെ ഇട്ട് നല്ല കോസ്റ്റ്യൂമിൽ നിൽക്കാണ് കേട്ടോ. അപ്പൊ വള്ളത്തിൽ കയറണമെങ്കിൽ മുണ്ടും തോർത്തും നിർബന്ധമാണ് കേട്ടോ. അപ്പൊ ഇവിടുത്തെ ആചാരം അനുസരിച്ചിട്ട് വള്ളത്തിൽ കയറാനായിട്ട് ആണുങ്ങൾക്ക് മാത്രമാട്ടോ പറ്റുള്ളൂ. നമ്മൾ ഇവന്മാരുടെ ടെൻഷൻ കണ്ടിട്ട് ചിരിയായിരുന്നു. ഇവന്മാർക്ക് അത്ര നന്നായിട്ട് നീന്തലൊന്നും അറിയില്ല. അപ്പൊ അങ്ങാനും വള്ളം മറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള ഡിസ്കഷനിലായിരുന്നു ഇവര്. വള്ളത്തിന്റെ എവിടെ പിടിച്ച് കിടന്നാലാണ് മുങ്ങാണ്ടിരിക്കുക എന്നുള്ള ഡിസ്കഷൻ. ആറന്മുള അമ്പലത്തിന് ചുറ്റുമായിട്ട് 52ഓളം കരകളുണ്ട് കേട്ടോ. അപ്പൊ ഈ ഓരോ കരയിൽ നിന്ന് വള്ളങ്ങളായിട്ടാണ് നമ്മൾ ആറന്മുള അമ്പലത്തേക്ക് പോകുക. അപ്പൊ നമ്മൾ ഇന്ന് നിൽക്കുന്ന കരയുടെ പേരാണ് മല്ലപ്പുഴശ്ശേരി. ആറന്മുള വെള്ളസദ്യ എന്ന് പറയുന്നത് നമ്മുടെ ആറന്മുള അമ്പലത്തിൽ ഒരു വഴിപാടാണ് കേട്ടോ. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഈ വഴിപാട് നേരാൻ പറ്റും. എല്ലാ വർഷവും ഒരു 3 മാസമായിരിക്കും കേട്ടോ ഈ ആറന്മുള സദ്യ ഉണ്ടാവുക. ഇക്കൊല്ലം ഒക്ടോബർ 2 വരെയാണ് കേട്ടോ ഉള്ളത്. അപ്പൊ നമ്മള് വഴിപാട് നേർന്നവര് നമ്മളെ വള്ളത്തിന്റെ ക്യാപ്റ്റന് ദക്ഷിണ കൊടുക്കണതാട്ടോ കണ്ടത്. വെറ്റിലെ അടയ്ക്കും പുകയിലും ഒക്കെയാണ് കേട്ടോ അതിലുള്ളത്. വഴിപാട് നേർന്നവരായിരിക്കും കേട്ടോ വഞ്ചിയുടെ നടുക്കായിട്ട് ഇരിക്കുക. പിന്നെ വള്ളക്കാരൊക്കെ വള്ളം തുഴയാൻ വേണ്ടിയിട്ട് സൈഡിൽ ഉണ്ടാവും. എന്നിട്ട് വള്ളപ്പാട്ടൊക്കെ പാടി നല്ല ആസ്വദിച്ചിട്ടാട്ടോ ഒരു വള്ളസദ്യ കഴിക്കാൻ വേണ്ടി അമ്പലത്തിലേക്ക് പോകുന്നത്. വയസ്സായവരെ തൊട്ട് കുഞ്ഞുണ്ണികളെ വരെ ഉണ്ട് കേട്ടോ അവിടെ വള്ളം തുഴയാനായിട്ട്. നമുക്ക് വെള്ളത്തിൽ കയറാൻ പറ്റുന്ന ചെറിയ വിഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് വള്ളപ്പാട്ടൊക്കെ പാടി അമ്പലക്കടവിൽ എത്തുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണമായിരുന്നു. അപ്പൊ നമ്മൾ വേഗം അവിടെ നിന്ന് പോന്നു കേട്ടോ. ഞാൻ പറയാൻ മറന്നുപോയി, ഇത് നമ്മുടെ പമ്പാ നദിയാണ്. നമ്മളാണെങ്കിലോ ചെരുപ്പിടാണ്ടാണ് പോയിരുന്നത്. തിരിച്ചു വരുമ്പോ നല്ല വെയിലായിരുന്നു. അത് തന്നെ കാലിന്റെ കാര്യം തീരുമാനമായി. ചെരുപ്പിടാണ്ട് വന്നിട്ട് എങ്ങനെയുണ്ട്? അപ്പൊ അവര് അമ്പലക്കടവിൽ എത്തുന്നതിന് മുമ്പ് നമുക്ക് അമ്പലത്തിൽ എത്തണമായിരുന്നു. അപ്പൊ നമ്മൾ വേഗം തന്നെ പോയി. പോണ വഴിക്ക് നമ്മൾ ആറന്മുള കണ്ണാടികളുടെ ഒരു കട കണ്ടു കേട്ടോ. അപ്പൊ നമ്മൾ ചുമ്മാ അവിടെ പോയിട്ട് അതിന്റെ വിലയൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ 52ഓളം കരകളുണ്ട്. അപ്പൊ ഓരോ കരയ്ക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാട്ടോ സദ്യ കൊടുക്കുന്നത്. അപ്പൊ ഓരോ കരയിലെ വള്ളം വരുമ്പോഴും അവർ വള്ളപ്പാട്ടോട് കൂടിയായിരിക്കും വരാം. വള്ളക്കാർക്കും വഴിപാടുകാർക്കും ആയിരിക്കും ആദ്യം സദ്യ കൊടുക്കാട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളവരെ കടത്തി വിടുള്ളൂ. ഈ കാണുന്നതൊക്കെ ആറന്മുള സദ്യ കഴിക്കാനുള്ള തിരക്കാണ്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ കടവ് അമ്പലത്തിന്റെ. ഇവിടെ വന്നിട്ടാണ് അവർ വന്ന് ഇറങ്ങുക. എന്നിട്ട് അതേ വള്ളപ്പാട്ടോടുകൂടി പാട്ടൊക്കെ പാടിയിട്ടാണ് ഇവർ വരുന്നത്. അമ്പലത്തിന്റെ മുമ്പിൽ നിന്നിട്ടും ഇങ്ങനെ പാട്ടൊക്കെ പാടും. എന്നിട്ട് അതേ വള്ളപ്പാട്ടോട് കൂടിയാണ് വെള്ളസദ്യ കഴിക്കാനും പോകുന്നത്. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് എക്സൈറ്റഡ് ആയി നമ്മളെ സദ്യ കഴിക്കാൻ നമ്മൾ പോവാണ്. 64 കൂട്ടം വിഭവങ്ങൾ ഉണ്ട് നമ്മൾ ആറന്മുള സദ്യക്ക്. ആദ്യം വിളമ്പാ വെള്ളക്കാർക്കായിരിക്കും കേട്ടോ. വഴിപാടുകാരാണ് ഈ വള്ളക്കാർക്ക് വിളമ്പുന്നത്. നമ്മളെ വള്ളക്കാർക്ക് നമ്മളൊക്കെ കൂടുതൽ ഡിഷസ് കിട്ടും കേട്ടോ. ഇവരെങ്ങനെയാണെന്നറിയോ ഓരോന്നും തരാൻ വേണ്ടി പറയുന്നത്? അതൊരു വള്ളപ്പാട്ടിലൂടെയാണ്. വെള്ളം തരാനും കറികൾ തരാനും പായസം തരാനും ഒക്കെ ഒരു വള്ളപ്പാട്ട് പാടിയിട്ടാട്ടോ പറയാ. അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഇതൊക്കെ ആദ്യമായിട്ട് എക്സ്പീരിയൻസ്. അതുകൊണ്ട് തന്നെ ഭയങ്കര വൈബായിരുന്നു. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടാണ് എല്ലാവരും കഴിച്ചു തുടങ്ങിയത്. ഇനി നമുക്ക് നമ്മളെ സദ്യയിലേക്ക് വരാം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇലയിൽ 3 പപ്പടം വിളമ്പിയിരിക്കുന്നത് കാണുന്നത്. പച്ചടി കിച്ചടി അങ്ങനെ പറഞ്ഞ എല്ലാ വക സാധനങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ണിയപ്പം, പരിപ്പ് വട, അങ്ങനെ കുറേ സാധനങ്ങൾ. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു സദ്യക്ക് പരിപ്പ് വടയും ഉണ്ണിയപ്പൊക്കെ കാണുന്നത്. ഞാൻ നിങ്ങൾക്ക് വള്ളക്കാരെങ്ങനെയാണ് ഓരോ കറികളും കൊണ്ടുവരാനായിട്ട് പറയുന്നതെന്ന് കേൾപ്പിച്ചു തരാട്ടോ. ക്ലിയർ ആവോന്ന് അറിയില്ല, കേട്ടോ. ഉണ്ണിയപ്പം തിന്നുന്നില്ല. എള്ളുണ്ട, മാങ്ങ, ചേന വറുത്തത്, ഇതൊക്കെ എന്താ ഇവരുടെ പ്ലേറ്റിലും ഉണ്ട്. ചമ്മന്തിപ്പൊടിയാണോ ഇത്? ഇവരൊക്കെ വള്ളക്കാരാണ്. വള്ളക്കാരൊന്ന് നോക്കൂ. ആകാശനെ കണ്ടില്ല.
ചോറ് വന്നു. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചോറിന്റെ നടുവിൽ സാമ്പാർ വെച്ചിട്ടാട്ടോ കഴിക്കുക. ഇവിടെ ആദ്യം വന്നത് ചെറുപയർ കറിയാ. ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയി. പരിപ്പ് ഒഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, സാമ്പാർ ഒഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ചെറുപയർ നടുവിൽ ഒഴിക്കുന്നത് കാണുന്നത്. അതിനുശേഷം നമുക്ക് നെയ്യാൻ തോന്നുന്നു ഒഴിച്ചത്. നെയ്യ് തന്നെ ആയിരിക്കും. ചോറും ചെറുപയറും കഴിച്ചു കഴിയുമ്പോൾ അതിന്റെ പിന്നാലെ തന്നെ ചോറും സാമ്പാറും വരും. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു എന്തിനാണ് ഈ 3 പപ്പടം, ഇപ്പോഴല്ലേ മനസ്സിലായത് ഈ 3-4-5 പ്രാവശ്യം കഴിക്കുമ്പോൾ അത്രയും പപ്പടം വേണ്ടേ. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പൈനാപ്പിളിന്റെ ഒരു കറി ഉണ്ട് കേട്ടോ. അതെനിക്ക് നല്ല ഇഷ്ടമായി. അതൊരു നല്ല മധുരവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കറികളൊക്കെ കഴിയുകയാണെങ്കിൽ രണ്ടാമത് ചോദിച്ചാലും അവർ തരും. ചോറ് കഴിച്ച് കഴിയുന്നതിന് മുമ്പ് തന്നെ ദേ വരുന്നു അടപ്രഥമൻ. അടപ്രഥമനും പപ്പടം കൂട്ടി കുഴച്ച് ഞാൻ വായിൽ വെക്കുമ്പോഴേക്കും ദേ അടുത്ത പായസം വരുന്നു, അതാണ് കടലപ്രഥമൻ. പിന്നെ അടുത്തത് വരുന്നു, അതാണ് പഴം പ്രഥമൻ. പിന്നെ പാൽ പായസം. ഈ 4 പായസം കൊണ്ട് ഞാൻ ആദ്യം എന്ത് കഴിക്കുന്നുള്ള കൺഫ്യൂഷനായിരുന്നു. ഇത് 4 കഴിച്ചു തീർക്കുള്ള വയറ് എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ 4 കുറച്ച് എടുത്ത് ടേസ്റ്റ് ചെയ്തു. അങ്ങനെ പായസത്തോടുകൂടി എല്ലാം കഴിഞ്ഞെന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെയും ചോറ് കൊണ്ടുവരുന്നു. ചോറും മോര് കൂട്ടാനും. അത് കഴിഞ്ഞിട്ട് പച്ചമോരും ഉണ്ടായിരുന്നു, രസം ഉണ്ടായിരുന്നു. ഇത്രയും കഴിക്കാനുള്ള വയറ് മാത്രം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഒരു വയറ് വാടകയ്ക്ക് കൊണ്ടുപോകുന്നവരെ ഞാൻ ആലോചിച്ചു. അത്രയധികം വിഭവങ്ങളായിരുന്നു. ആറന്മുള വെള്ളസദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബുക്ക് ചെയ്യണം. പള്ളിയോധ സേവാ സംഘം എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് കാണാം. അതിലൊരു നമ്പർ ഉണ്ട്. ആ കോൺടാക്ട് നമ്പറേക്ക് വിളിച്ചിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഒരു പാസിന് 250 രൂപയാണ് കേട്ടോ. ആറന്മുള പാർത്ഥസാരഥി അമ്പലവും അവിടുത്തെ ആൾക്കാരും വള്ളപ്പാട്ടും വള്ളസദ്യയും എല്ലാം നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. ലൈഫിൽ ഒരു തവണയെങ്കിലും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞാൻ പറയും. കാരണം അത്രയ്ക്ക് അടിപൊളിയായിരുന്നു അവിടുത്തെ വൈബ്. ബൈ പറ. ബൈ ഗൈസ്. സൈനിങ് ഓഫ്. അതെ, ബൈ.